എനിക്കെല്ലാം എല്ലാവരോടും ഇപ്പോൾ പറയാൻ പറ്റുന്നുണ്ട്. ചിറ്റയോടും ചിറ്റപ്പനോടും എൻ്റെ ചേട്ടനോടും ചേട്ടത്തിയമ്മയോടും ഒക്കെ എനിക്ക് പണ്ട് എനിക്ക് ഓപ്പൺ ആവാൻ പറ്റുന്നില്ലായിരുന്നു പേടിച്ചിട്ട്. ആരെ പേടി? സമൂഹത്തിനെയായിരുന്നു എനിക്ക് പേടി. അവരെന്ത് വിചാരിക്കും, അയ്യോ ഇവരിത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവുമോ. പക്ഷെ ആ പേടി ഇപ്പോൾ പോയി. എൻ്റെ വീട്ടുകാർക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ ഞാൻ ഒരാളെയും പേടിക്കേണ്ട കാര്യമില്ല. ആ തീരുമാനം ഞാൻ എന്ന് എൻ്റെ ലൈഫിലെടുത്തോ അത് ഞാൻ എടുത്തിട്ട് കുറച്ച് നാളുകളായി. അതായത് പബ്ലിക് എന്ത് പറയുന്നു എന്ന് നോക്കി ജീവിക്കണ്ടെന്ന്. ഞാൻ കാരണം ഒരാൾക്കൊരു പ്രശ്നം വരാതെ പോവുക, ഞാൻ കാരണം ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ എന്നതൊഴിച്ച് ഞാൻ എന്തും എൻ്റെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഞാൻ പറയുന്നതോ ഞാൻ പ്രവർത്തിക്കുന്നതോ എന്തായാലും കുഴപ്പമില്ല. ഞാൻ കാരണം എന്ത് സംഭവിക്കുന്നു അല്ല ഞാൻ കാരണം ഒരാൾക്ക് ഇപ്പം ഞാനൊരു വേർഡ് യൂസ് ചെയ്തു അത് രമ്യക്ക് ഹേർട്ടായെങ്കിൽ അതെനിക്ക് ബുദ്ധിമുട്ടാണ്. അതല്ലാതെ ഞാൻ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ഒരു പ്രശ്നമില്ലെന്നേ. പിന്നെ ഈ കമൻസും കാര്യങ്ങളും അതിനിപ്പോൾ ഇന്നും ഉണ്ടാവും. നമുക്ക് എല്ലാരും പ്ലീസ് ചെയ്തിട്ട് ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പിന്നെ ഒറ്റ കാര്യമുള്ളൂ, ഇതെല്ലാം ആലോചിച്ച് നമ്മൾ കമൻസ് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കുമെന്ന് നോക്കി നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതം തീർന്നു പോകുന്നേ. അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. ഇപ്പം ഈ നിമിഷം ഉണ്ടല്ലോ, ഇത് ഭയങ്കര ഗിഫ്റ്റഡാ. ഈ സമയം ഇതിപ്പോൾ കഴിഞ്ഞ് നമുക്ക് പോയി കഴിഞ്ഞാൽ ഇനി ഇതുപോലെ തന്നെ ഷൂട്ട് ചെയ്യാൻ പറ്റൂല്ലല്ലോ. ഈ സെയിം ഡയലോഗ് ഈ സെയിം സംസാരം ഒന്നും പറ്റില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. നമ്മളങ്ങ് പോവാന്നുള്ളതേ ഉള്ളൂ. എനിക്ക് ലക്ഷ്യമുണ്ട്, വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. ഇപ്പോൾ എൻ്റെ കരിയർ, എൻ്റെ മോൻ്റെ വളർച്ച, എനിക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്. എനിക്ക് കുറേ കുറേ സ്ഥലത്ത് എത്തണം. ഞാനൊരു യാത്രയിലാണ് അതിൻ്റെ. അപ്പോൾ അതിന് ഇനിയിപ്പോൾ ആരെന്നെ പുറകിൽ നിന്ന് വലിച്ചാലും എന്നെ താഴെ വീഴിച്ചാലും ഞാൻ എണീക്കും. അത് ഞാൻ എൻ്റെ കഴിഞ്ഞ കുറച്ച് ഒരു 1-2 മാസം ഞാൻ കുറേ പ്രശ്നങ്ങളിലൂടെ, അതായത് പ്രശ്നങ്ങളിലൂടെ എന്നല്ല, ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാനൊരു പ്രൊഡക്ഷൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തു, വീണ നായർ പ്രൊഡക്ഷൻ എന്നുള്ള പേരിൽ. അതെൻ്റെ ലൈഫിൽ ഏറ്റവും ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആണ്. അത് വീണയുടെ ഒരു ഡ്രീം ആയിരുന്നു? വീണയുടെ അല്ല, എൻ്റെ അച്ഛൻ്റെ ഒരു ഡ്രീമായിരുന്നു അത്. അച്ഛൻ പ്രൊഡക്ഷൻ തുടങ്ങി അത് കണ്ടാണല്ലോ നമ്മളിതൊക്കെ ആഗ്രഹിക്കുന്നത്. നമ്മൾ അതായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ വന്നിട്ട് ഞാനിത് പറയാം. അപ്പോൾ അച്ഛൻ വഴിയാണ് ഞാൻ ഇൻഡസ്ട്രിയിൽ ആദ്യമായിട്ട് വരുന്നത്. അച്ഛൻ പാരയ്ക്ക് പകരം മറുപാര എന്ന് പറഞ്ഞൊരു കോമഡി സീരിയൽ ഞാനിങ്ങനെ വെറുതെ നിൽക്കുന്നതേ ഉള്ളൂ, അഭിനയിക്കുന്നൊന്നുമില്ല. ആദ്യം തല കാണിക്കുന്നത് ആ ഷോർട്ട് ഫിലിമിലാണ്. അന്ന് ടെലിഫിലിം എന്നെന്തോ അതിന് പറയാം. അതിന് മുന്നേ എൻ്റെ ചേട്ടനാണ് സ്നേഹദൂതുമായി എന്ന് പറഞ്ഞ ദൂരദർശനിലെ ടെലിഫിലിമിൽ അഭിനയിക്കുന്നത്. ചേട്ടൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനാണ്. അന്ന് ഞാൻ കരഞ്ഞു, കാരണം അന്ന് ഞാൻ കരിങ്കുഞ്ഞു പോലെ ഇരിക്കണം. അന്ന് വെച്ചാൽ കളറുള്ളതിൻ്റെ ഭംഗിയെന്നല്ല, കളറില്ലെങ്കിലും കാണാനൊരു